വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതക കേസ് പ്രതി അഫാനെ സെൻട്രൽ ജയിലിലേക്ക് മാറ്റി. മെഡിക്കൽ കോളേജിൽ നിന്ന് പൂജപ്പുര സെൻട്രൽ ജയിലിലേക്കാണ് മാറ്റിയത്. അജീഷ് ജയകുമാർ ചേരുന്നുണ്ട് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. ആ ദൃശ്യങ്ങൾ ഇപ്പോൾ കാണുന്നുണ്ട്. വാഹനത്തിൽ അഫാനെ കൊണ്ടുപോകുന്നു. അജീഷ് പറയും. അസ്മിത, അല്പസമയം മുമ്പാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് വെഞ്ഞാറമൂട് കൂട്ടക്കൊല കേസ് പ്രതി അഫാനെ പൂജപ്പുര സെൻട്രൽ ജയിലിലേക്ക് കൊണ്ടുപോയത്. പോലീസ് വാഹനത്തിലെ അകമ്പടിയോടുകൂടിയാണ് ഈ കൂട്ടക്കൊല കേസ് പ്രതി അഫാനെ അങ്ങോട്ടേക്ക് മാറ്റിയത്. കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് 5 പേരെ കൊലപ്പെടുത്തുകയും ഉമ്മയെ കൊലപ്പെടുത്താൻ ശ്രമിച്ച് അതിനുശേഷം എലിവിഷം കഴിച്ച് അഫാൻ ആത്മഹത്യക്ക് ശ്രമിച്ചത്. പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങിയ ശേഷം പോലീസിനോടാണ് പറഞ്ഞത് താൻ എലിവിഷം കഴിച്ചിട്ടുണ്ട്. അതിനുശേഷമാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് പ്രതിയെ കൊണ്ടുപോയത്. ഒരാഴ്ച നീളുന്ന ചികിത്സയ്ക്ക് ശേഷമാണ് ഇന്നലെ മെഡിക്കൽ ബോർഡ് യോഗം ചേർന്നത്. മെഡിക്കൽ ബോർഡ് യോഗം ചേർന്ന് പ്രതിയുടെ ആരോഗ്യനില പൂർണ്ണമായും തൃപ്തികരമാണെന്ന് ബോധ്യമായതിനു ശേഷമാണ് ജയിലിലേക്ക് മാറ്റാൻ തീരുമാനിച്ചത്. 2 ദിവസം മുമ്പ് തന്നെ മജിസ്ട്രേറ്റ് നേരിട്ടെത്തി പ്രതിയുടെ മൊഴി രേഖപ്പെടുത്തി റിമാൻഡ് ചെയ്തിരുന്നു. റിമാൻഡ് ചെയ്തെങ്കിലും പ്രതിയുടെ ആരോഗ്യനില കണക്കിലെടുത്ത് മെഡിക്കൽ കോളേജിലെ തന്നെ പോലീസിന്റെ പ്രത്യേക സെല്ലിലേക്ക് മാറ്റുകയായിരുന്നു. പ്രത്യേക നിരീക്ഷണത്തിലായിരുന്നു പ്രതിയെ 2 ദിവസമായി തുടർന്നിരുന്നത്. ഇന്ന് വീണ്ടും ഡോക്ടർമാർ യോഗം ചേർന്ന് ആരോഗ്യനില പൂർണ്ണമായിട്ടും തൃപ്തികരമാണെന്ന് റിപ്പോർട്ട് നൽകിയതോടെയാണ് ജയിലിലേക്ക് മാറ്റാൻ തീരുമാനിച്ചത്. നിലവിൽ ഈ കേസിൽ 3 പേരെ കൊലപ്പെടുത്തിയ കേസിലാണ് നിലവിൽ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇനി 2 പേരുടെ കൊലക്കേസിൽ കൂടി അറസ്റ്റ് രേഖപ്പെടുത്താനുണ്ട്. അത് പിതൃ സഹോദരനെയും അദ്ദേഹത്തിന്റെ ഭാര്യയും കൊലപ്പെടുത്തിയ കേസിലാണ് ഇനി അറസ്റ്റ് രേഖപ്പെടുത്താനുള്ളത്. എന്തായാലും നാളെ തന്നെ പോലീസ് കോടതിയിൽ കസ്റ്റഡി അപേക്ഷ നൽകുമെന്നാണ് വിവരം. അതിനുശേഷമായിരിക്കും വെഞ്ഞാറമൂട് കൊണ്ടുപോയി തെളിവെടുപ്പ് അടക്കമുള്ള കാര്യങ്ങൾ ചെയ്യുക. ശരി, അജീഷ് ജയകുമാറാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. അപ്പോൾ ഇത്രയും ദിവസം ആശുപത്രിയിലായിരുന്നു. ഇപ്പോൾ പൂജപ്പുര സെൻട്രൽ ജയിലിലേക്ക് പ്രതി അഫാനെ മാറ്റിയിരിക്കുന്നു.